മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും മഹാലക്ഷ്മി എന്ന് പറയുന്ന ശല്യം ഒഴിഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി ഒരു കാരണവശാലും തിരികെ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി പിന്നാലെ നടന്ന് എരിപിരി കയറ്റുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ണിയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ സ്വഭാവത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. മഹാലക്ഷ്മി ചീത്തയായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്നും മിക്കവാറും ആ അനന്തുവേട്ടനോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള ആരെങ്കിലുമോ ബാലചന്ദ്രൻ സാറോ അല്ലെങ്കിൽ മാർക്കോ തന്നെ ആകാം മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ ചീത്തപ്പേര് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പെടയുന്നത് കണ്ണൻ്റെ മനസ്സാണ്. യാതൊരു തെറ്റും ചെയ്യാത്ത ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. മഹാലക്ഷ്മി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം മാത്രമാണ് അനന്തുവിലേക്കും ഒരുപാട് തവണ ഈ കൂടെ നിൽക്കുന്ന ബന്ധുക്കൾ കണ്ണൻ്റെ സ്വത്ത് മോഹിച്ച് മാത്രം നിൽക്കുന്നവരാണെന്നും ഒരിക്കലും കണ്ണൻ എണീറ്റ് നടക്കാൻ ആഗ്രഹിക്കാത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും തിരിച്ചറിവുണ്ടായില്ല. എന്നാൽ വിവാഹശേഷമാണ് തനിക്ക് ഇത്രയും നാൾ തന്നുകൊണ്ടിരുന്ന മരുന്ന് അതിൽ പോലും മായം കലർത്തി തന്നെ എന്നേക്കുമായി വീൽചെയറിൽ മാത്രം ഒതുക്കി കൂട്ടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് തൻ്റെ രണ്ടാനമ്മയുടെയും സഹോദരങ്ങളുടെയും മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. മേഘനാഥൻ ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം അറിയാമെങ്കിലും ഇത്രയധികം ദുഷിച്ച മനസ്സാണ് മേഘനുള്ളതെന്നുള്ള കാര്യം മഹാലക്ഷ്മി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം മാത്രമാണ് തിരിച്ചറിഞ്ഞത്. മഹാലക്ഷ്മിയുടെ പിന്നാലെ നടന്ന് അവളെ പോലും ചീത്തയാക്കാൻ ശ്രമിച്ചത് ഈ മേഘനാണ്. സഹികെട്ട് മേഘൻ്റെ കവളത്ത് ആഞ്ഞടിക്കേണ്ടി പോലും വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ മേഘൻ മഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചിരുന്നു കണ്ണനും മഹാലക്ഷ്മി. എന്നിട്ട് പോലും കേൾക്കാതെയാണ് അമ്മയും അതുപോലെ മഞ്ജുവും മേഘനെ മാത്രമേ വിവാഹം കഴിപ്പിച്ചു കൊടുക്കൂ അല്ലെങ്കിൽ കഴിക്കൂ എന്ന വാശിയിൽ നിന്ന് അവളുടെ ജീവിതം നശിച്ചത്. അതുപോലെ തന്നെ സാഗർ ഒരു നല്ല മനുഷ്യനായി മാറിയത് കൊണ്ട് മാത്രം മഞ്ജുവിൻ്റെ ജീവിതം ഒരു കണക്കിന് തിരിച്ചു കിട്ടിയെന്ന് പറയാം. ഇനി മഞ്ജുവിനെയും സാഗറിനെയും കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റി മഞ്ജുവിന് മഹാലക്ഷ്മിയായിട്ട് കൊടുത്ത സ്ഥാനമാനങ്ങളെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് അവിടേക്ക് ഉണ്ണിക്ക് തന്നെ കയറാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നിനും വേണ്ടിയല്ല, ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ തരണം ചെയ്യാതെ വന്ന് മഞ്ജു എങ്ങനെയെങ്കിലും തിരികെ വരണമെന്നാണ് ഇവരുടെ എല്ലാ ആഗ്രഹം. അങ്ങനെ വന്നാൽ മാത്രമേ മഹാലക്ഷ്മി ഒഴിഞ്ഞു പോയതിൻ്റെ നേട്ടം മേഘന് ശരിക്കും കിട്ടുകയുള്ളൂ. സാഗറായിരിക്കും മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്നുള്ള ഒരു വ്യാജ പ്രചരണം നടത്തുന്നതിലൂടെ നേട്ടം രണ്ടാണുള്ളത്. അതായത് കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും മഹാലക്ഷ്മി എന്നേക്കുമായി അകന്നു പോകും. സാഗറിൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളതെന്ന് തിരിച്ചറിയുന്ന കണ്ണൻ ഒരിക്കലും മഹാലക്ഷ്മിയെ ജീവിതത്തിലേക്ക് സഖിയായിട്ട് കൂട്ടത്തില്ല. അതുപോലെ തന്നെ മഞ്ജു സാഗറിനെ ഉപേക്ഷിച്ച് തിരികെ കമലേശ്വരം വീട്ടിലേക്ക് വന്നിരിക്കും. ആ സമയത്ത് ദുർഗയും ഉണ്ണിയും എല്ലാവർക്കും കൂടി മഞ്ജുവിനെ എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റിച്ചുകൊണ്ട് വീണ്ടും മേഘൻ്റെ ജീവിതത്തിലേക്ക് തന്നെ പറഞ്ഞു വിടുന്ന ആ നിമിഷം കണ്ണൻ്റെ സ്വത്തുക്കൾ വീതം ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു പങ്ക് മഞ്ജുവിന് കിട്ടും. അങ്ങനെ മഞ്ജുവിൻ്റെ സ്വത്ത് അനുഭവിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ മേഘൻ. അതിന് വേണ്ടിയിട്ട് സാഗറിൻ്റെ പേര് പഴി ചാർത്താൻ മനഃപൂർവ്വം നോക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ. മാത്രമല്ല കണ്ണൻ്റെ ആ ഒരു സ്നേഹവും വിശ്വാസതയും പിടിച്ചു പറ്റാൻ മേഘൻ ശ്രമിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനം എടുക്കുന്നു. മഹാലക്ഷ്മി എന്നോട് ചെയ്തത് വിശ്വാസവഞ്ചനയാണ്, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്, അതെല്ലാം സമ്മതിക്കുന്നു. എങ്കിലും നിങ്ങളെല്ലാവരും എന്നോട് കാണിച്ചുകൊണ്ടിരുന്ന സ്നേഹം കപടമാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടും മനസ്സിലായതാണ് എനിക്ക്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണിക്കുന്ന സ്നേഹം പോലും മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയതിൻ്റെ സ്നേഹപ്രകടനമാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങൾ തരുന്ന ഫുഡായാലും അതുപോലെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സ്വത്തും പണവും മാത്രം മോഹിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും എൻ്റെ ജീവിതത്തിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം എന്ന് കരുതി നിങ്ങൾ ആരും പേടിക്കണ്ട. എന്നെ ചതിച്ചിട്ട് പോയ മഹാലക്ഷ്മി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് ഭാര്യയായിട്ട് കൂട്ടത്തില്ല. അവൾക്ക് അവളുടെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇത്രയും കാലം എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ചിട്ടയായിട്ട് നോക്കിക്കൊണ്ടിരുന്നത് അയാളായിരുന്നു. അയാൾ പോയ സ്ഥിതിക്ക് എൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഞാൻ ജോലിയിലേക്ക് നിയമിക്കാൻ പോകുക എന്ന് പറയുമ്പോൾ ദുർഗ ചോദിക്കുന്നു, ആരാ മോനെ അത്? ഇനി മറ്റേതെങ്കിലും പെൺകുട്ടി നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലുമല്ല. എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കണക്കിന് മോൻ്റെ തീരുമാനം തന്നെയാണ് ശരി. കാരണം നിൻ്റെ സ്വത്തിൻ്റെ പകുതി ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന അവളുടെ പേരിലല്ലേ ഉള്ളത്. അതെങ്ങനെയെങ്കിലും തിരികെ എഴുതി മേടിക്കാൻ നോക്കണം. അതിനുശേഷം നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാമല്ലോ. അവളെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് നിയമപരമായിട്ട് തന്നെ ഒഴിച്ചു വിടണമെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നേ എന്നും പറഞ്ഞ്
പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് മതിമറന്നു നിൽക്കുന്ന അവരെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ ആ തീരുമാനം പറയുന്നു. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഒരാളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ആരാണെന്നറിയണ്ടേ? ആരാ മോനെ എന്ന് ദുർഗ വീണ്ടും ചോദിക്കുന്ന സമയത്ത്, എന്തിനാ കണ്ണേട്ടാ വേറെ ആളെ നിർത്തുന്നത്? കണ്ണേട്ടൻ്റെ ഏത് കാര്യം നോക്കാൻ ഞാനും അമ്മയും കരുണയൊക്കെ ഈ വീട്ടിലില്ലേ, പിന്നെന്തിനാ വേറൊരാൾ? അത് ശരിയാവില്ല. നിങ്ങളെക്കായും വിശ്വസിക്കാവുന്ന ഒരാളാ. സ്വത്തോ പണമോ സ്വർണ്ണമോ ഒന്നും അയാളെ സ്വാധീനിക്കാൻ പറ്റില്ല. മാർക്കോ, അവനാണെങ്കിൽ പ്രത്യേകിച്ച് ബന്ധുക്കളോ ആരുമില്ല. ഈ വീട്ടിൽ സ്ഥിരം നിന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അവനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ മാർക്കോ ഈ വീട്ടിലേക്ക് വരും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നു, സ്വത്തും പണമൊന്നും ആഗ്രഹിക്കാതെയാണ് കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ് കണ്ണേട്ടൻ വാനോളം പുകഴ്ത്തിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ കാണിച്ച വിശ്വാസവഞ്ചനയൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതുകൊണ്ട് ആരെയും കണ്ണു അടച്ച് അങ്ങനെ വിശ്വസിക്കേണ്ട. അതേ മോനെ, ഉണ്ണി പറയുന്നതിലും കാര്യമുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിന്നെ ഇത്രയും വർഷം ഞാൻ നോക്കിയില്ലേ. 12ാമത്തെ വയസ്സിൽ വീൽചെയറിലായതാ നീ. അന്ന് മുതൽ നിൻ്റെ ഒരു കാര്യത്തിനും ഞാനൊരു മുടക്കവും വരുത്തിയിട്ടില്ല. ഇന്ന് വരെയും മഹാലക്ഷ്മി നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വരെയും നിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കിയത് ഞാനായിരുന്നില്ലേ. ഇനിയും നിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് എനിക്കൊരു മടിയില്ല മോനെ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നു, തൽക്കാലം എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ തീരുമാനിച്ചതുപോലെ മാർക്കോ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട് കണ്ണൻ അങ്ങ് പോകുമ്പോഴത്തേക്കും, അതത്ര ശരിയല്ലല്ലോ അമ്മ. അയാൾ വന്നു കഴിഞ്ഞാൽ ആ മഹാലക്ഷ്മി ഈ വീട്ടിലുള്ള അതേ എഫക്റ്റ് തന്നെയാണ്. നമ്മുടെ ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല. നീ വിഷമിക്കേണ്ട മോനെ. മഹാലക്ഷ്മി എന്ന് പറയുന്നവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമെങ്കിൽ മാർക്കോ എന്ന് പറയുന്നവനെയാണോ ഇറക്കി വിടാൻ പാട്? സമയം പോലെ നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് ഉണ്ണി ആശ്വസിപ്പിക്കുന്നുണ്ട് ദുർഗ.